ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം, നാമം 21. ഓം നാരസിംഹ വപുഷേ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നാമം 21. നാരസിംഹ വപുഹു. വപു എന്നാൽ ശരീരം. നരസിംഹത്തിൻ്റെ ശരീരം സ്വീകരിച്ചതുകൊണ്ട് ഭഗവാനെ നാരസിംഹ വപു എന്ന് അഭിസംബോധന ചെയ്യുന്നു. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ 4-ാമത്തേതാണ് നരസിംഹം. മനുഷ്യ ശരീരവും സിംഹത്തിൻ്റെ ശിരസ്സുമുള്ള ഈ അവതാരം ഭക്തവാത്സല്യവും ദുഷ്ടസംഹാരവും പ്രത്യക്ഷീകരിക്കുന്നു. ഹിരണ്യകശിപു എന്ന അസുരൻ സർവ്വലോകങ്ങളെയും കീഴടക്കി സ്വേച്ഛാധിപതിയായി ഭരണം നടത്തി. ലോകത്ത് നാരായണനാമം ജപിക്കുന്നത് നിരോധിച്ചു. പകരം ഹിരണ്യായ നമഃ എന്ന് ജപിക്കുവാൻ നിർദ്ദേശിച്ചു. എന്നാൽ ഹിരണ്യകശിപുവിൻ്റെ മകനായ പ്രഹ്ലാദൻ എന്ന ബാലൻ മാത്രം രാജകൽപ്പന ലംഘിച്ച് വിഷ്ണുപൂജ നടത്തി സദാ നാരായണനാമം ചൊല്ലി. ഇതിൽ കുപിതനായ ഹിരണ്യകശിപു മകനെ വധിക്കുവാൻ പലവട്ടം ശ്രമിച്ചു. പക്ഷേ ആ ശ്രമങ്ങളിൽ നിന്നെല്ലാം അത്ഭുതകരമായി മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ പ്രഹ്ലാദൻ രക്ഷപ്പെട്ടു. ഒടുവിൽ നിന്റെ നാരായണൻ തൂണിലുണ്ടോ എന്ന് ചോദിച്ച ഹിരണ്യകശിപുവിനോട് പ്രഹ്ലാദൻ തൂണിലും ഭഗവാന്റെ സാന്നിധ്യമുണ്ടെന്ന് സംശയമില്ലാതെ പറഞ്ഞു. രോഷാകുലനായ ഹിരണ്യകശിപു വാളുകൊണ്ട് തൂണിനെ വെട്ടിപ്പൊളിച്ചപ്പോൾ അതിൽ നിന്ന് അട്ടഹാസത്തോടെ നരസിംഹരൂപത്തിൽ ഭഗവാൻ വിഷ്ണു പ്രത്യക്ഷപ്പെടുകയും ഹിരണ്യകശിപുവിനെ വധിക്കുകയും ചെയ്തു. ഇങ്ങനെ തൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ സംരക്ഷിക്കുവാനും അനുഗ്രഹിക്കുവാനും നരസിംഹ ശരീരം സ്വീകരിച്ചതുകൊണ്ട് ഭഗവാന് നാരസിംഹ വപുഹു എന്ന നാമം കൈവന്നു. ഹരേ കൃഷ്ണ.